ജോലിയിലായിരിക്കെ പശുക്കളെ വളർത്തുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ കോളേജ് പ്രൊഫസർ ആയിരിക്കെ നാടൻ പശുക്കളെയും നാടൻ കോഴികളെ വളർത്തുന്ന ഒരാളെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പോൾ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മാഞ്ഞാലിയ സഫീർക്കയുടെ വീട്ടിലാണ്. സഫീർക്ക ഒരു കോളേജ് പ്രൊഫസറാണ്. ജോലിയോടൊപ്പം തന്നെ നാടൻ പശു വളർത്തലും കോഴി വളർത്തലും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള നാടൻ പശു വളർത്തലും കോഴി വളർത്തലുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇക്ക നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇക്കടെ പേരെന്ന് പറയാമോ? എന്റെ പേര് സഫീർ എന്നാണ് എന്റെ പേര്. ലൊക്കേഷൻ നമ്മുടെ വീട് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂര് മാഞ്ഞാലി മാവിൻചോട് എന്ന് പറയും ലൊക്കേഷൻ വരുന്നത്. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാനിവിടെ SNGist കോളേജിൽ BCA HOD ആയിട്ട് വർക്ക് ചെയ്യണം. അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതെല്ലേ. പിന്നെ ഇവിടെ ഇപ്പൊ എത്ര പശുക്കളുണ്ട്? നമുക്കിവിടെ തള്ളയും കുഞ്ഞുമായിട്ട് ഒരു 6 എണ്ണം ഉണ്ട്. നാടൻ പശുക്കളല്ലേ? എല്ലാ നാടൻ പശുക്കളാണ്. വെച്ചൂര് നമുക്കൊന്ന് കണ്ടാലോ? ഇത് നമ്മളൊരു വെച്ചൂർ പശുവാണ്. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് 2 ആഴ്ച ആവുന്നുള്ളൂ. അതിന്റെ ബാക്ക് സൈഡ് ഒക്കെ അങ്ങനെ കറവയും തുടങ്ങിയിട്ടില്ല. കുഞ്ഞു കുടിച്ചടക്കമാണ്. മൂന്നാമത്തെ പ്രസവമാണ്. പിന്നെ കുഞ്ഞ് അവിടെ ഓടി നടപ്പുണ്ട്. വൈറ്റ് കളറുള്ള പുങ്കന്നൂർ കുഞ്ഞാണ്. അമ്മക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ്. നമ്മ പശു വൈറ്റ് ആയതുകൊണ്ട് ഒരു പുങ്കന്നൂരിനെ കുട്ടി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് പ്രയോഗിച്ച് നോക്കിയാണ്. 2 പ്രതീക്ഷിച്ചാൽ മതി. പാല് ഭയങ്കര കൊഴുപ്പുള്ള നല്ല പാലാണ് ഇതിന്റെ. ഇപ്പൊ കുഞ്ഞിന്റെ കുടി കഴിഞ്ഞ് നമ്മൾ പിഴിഞ്ഞ് കളയാൻ കഴിഞ്ഞാലാണ് അകട് അങ്ങനെ ഇരിക്കുന്നത്. അകട് കുട്ടിക്ക് പാലില്ലാന്ന് വിചാരിക്കണ്ട. കാലത്തെ പിഴിഞ്ഞ് കളഞ്ഞു. പിന്നെ കുഞ്ഞ് 2 കുടി കഴിഞ്ഞാലുണ്ടാവും ഇപ്പൊ ഏകദേശം. കുഞ്ഞിനെ കെട്ടിയിട്ടില്ല ഇതുവരെയും കയറിട്ട്. ഗീറിപ്പ ഇത് 2 ആഴ്ചക്കുള്ളിൽ പ്രസവിക്കും. ആദ്യ ഡെലിവറിയാണ്. ഇതിന് നമ്മൾ ക്ടാവിനെടുത്താ 2 വയസ്സായ ക്ടാവിനെടുത്താണ് ഇപ്പൊ പ്രസവിക്കാനായി നിൽക്കുന്ന ആള്. ഗീർ തന്നെയാണ് കുത്തി വെച്ചേക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് പ്രസവം പ്രതീക്ഷിക്കാം. നല്ല പശു, നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ്. എത്ര രൂപ വാങ്ങിച്ചപ്പോ? ഇതിനെ ക്ടാവിനെ 35 രൂപ മേടിച്ചാണ്. നല്ല വിലയുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ആണ്. ആള് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ നമ്മൾ ആ പുള്ളി എന്തോ 20 രൂപ 1 വയസ്സായ കുഞ്ഞിനടുത്താണ്. എന്നിട്ട് ആ പുള്ളി 1 വർഷം വളർത്തിയിട്ടും ആ പുള്ളിയുടെ അടുത്ത് ഇണങ്ങണ്ടായിരുന്നില്ല അവള്. പക്ഷേ നമ്മുടെ ഇവിടെ 2 ആഴ്ച കൊണ്ട് നമ്മുടെ അടുത്ത് ഇണങ്ങി. കാരണം ആ പുള്ളിക്ക് ഇതൊരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിവിടെ ഈ പശുക്കൾ ഉണ്ടായിരുന്ന കാരണം ശരിക്കും ഒരാഴ്ച ശരിക്കും ഒരു 3 ദിവസം ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിയും. അപ്പൊ വീട്ടിലൂടെ ഒച്ചപ്പാടും ബഹളമായിരുന്നു. അവര് ഭക്ഷണം കഴിക്കാണ്ട് കൊടുത്താണ്, തിന്നാത്ത പശുവിനെ കൊടുത്താണ് വലിച്ചു കൊണ്ടുവന്നാന്ന് പറഞ്ഞാൽ നല്ല ബഹളമായിരുന്നു. പക്ഷെ നമ്മൾ ഇവരെ നോക്കുന്നത് കണ്ട് ഇവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ ആള് ഉഷാറായി. ഇപ്പൊ നമ്മുടെ അടുത്ത് നിന്നോളൂ ആള്. ഇവരെപ്പോഴും ഒരു കൂട്ടം ആഗ്രഹിക്കുന്ന ജീവിയാണുകൊണ്ട്. ഇത് ഇപ്പൊ കണ്ടാ മറ്റേ വൈറ്റ് വെച്ചൂരിന്റെ ഫസ്റ്റ് ഇതിന് മുന്നത്തെ പ്രസവത്തിലെ കുട്ടിയാണ്. അവളിപ്പോ 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻസെമിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ആള് പാവം, നല്ല ആൾക്ക് ഇച്ചിരി പേടി. അടുത്താ മൂക്കുത്തിയത്, അതിന്റെ ഒരു പേടിയുണ്ട്. പിന്നെ നമ്മളിവിടെ വളർത്തൽ രീതി എന്ന് വെച്ചാല് 6 മാസം മാത്രമേ നമ്മുടെ വീട്ടിലുണ്ടാവുള്ളൂ പശുക്കള്. 6 മാസം പാടത്തായിരിക്കും. ഇവിടുത്തെ പുല്ലൊക്കെ ഒതുങ്ങി കഴിയുമ്പോ പിന്നെ പാടത്ത്, കറവ പാടത്ത്, വെള്ളം കൊടുക്കല് പാടത്ത്. കുളിപ്പിക്കാറില്ല പശുക്കളെ. ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു കുളിയുള്ളൂ. പ്രസവം കഴിയുമ്പോൾ ഒരു കുളിയുള്ളൂ. നാടൻ പശുവിനെ അങ്ങനെ കുളിപ്പിക്കാറില്ല. അതിന് പശുക്കളെ കുളിപ്പിക്കണം. ഹൈടെക് ഫാമുകളിലൊക്കെ നമുക്ക് കണ്ടറിയാവുന്നല്ലേ. പശുക്കളെ കുളിപ്പിക്കാറില്ല. വെറുതെ ബ്രഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മൾ ബ്രഷ് ചെയ്യാറില്ല. ഒരു മരത്തും മറിച്ച് ബ്രഷ് ചെയ്തോളൂ. പിന്നെ അങ്ങരുത് അയാൾ ഇച്ചിരി ഭയങ്കര പ്രശ്നമല്ലേ? അവള് ഇച്ചിരി അല്ല, അത്യാവശ്യം നല്ല ഡേഞ്ചറാണ്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ പശു. ഇപ്പൊ 4ാമത്തെ ചെനയുണ്ട്. അതിന്റെ മോനാണ് മൂന്നാമത്തെ കുഞ്ഞാണത്. ഇവക്ക് അത്യാവശ്യം പാല് കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ്. സ്റ്റാർട്ടിങ്ങിൽ പ്രസവിച്ച് ഒരു 3-4 മാസം 3.5 ലിറ്റർ പാല് കാലത്ത് ഇട്ടു. ഇപ്പൊ 2 ലിറ്റർ ഇട്ടുണ്ട് കാലത്ത്. നമ്മൾ ഒരു നേരെ കറയുള്ളൂ. പിന്നെ ശരിക്കും നമ്മുടെ ഒരു റോഡ് വീലർ പട്ടിക്ക് തുല്യമാണ് ആള്. അതായത് ഒറ്റ യജമാനൻ. ആ യജമാനൻ ഞാൻ. അത് എന്റെ അടുത്തോടും ഒരാൾ അടുപ്പിക്കൂല. അവള് കുഞ്ഞിന്റെ അടുത്തോട് അടുപ്പിക്കൂല. ഈ ഡോക്ടർമാരൊക്കെ പിന്നെ ആകെ ഒരു ഇപ്പം 3 പ്രസവം കഴിഞ്ഞ് 4ാമത്തെ കാരണം ആ ഇൻസെമിനേറ്റ് ചെയ്യാൻ ചേട്ടന്റെ അടുത്ത് വലിയ കുഴപ്പമില്ല. അത് തല നല്ലോണം പിടിച്ചു കെട്ടിക്കഴിഞ്ഞാല്. അല്ലാണ്ട് ഇന്നലെ ഇപ്പൊ വാക്സിനേഷൻ വന്നിട്ട് ഞാനാണ് വാക്സിനേഷൻ എടുത്തത്. അവര് ഒരു രക്ഷയില്ല. ചാടി അടിക്കാൻ നോക്കണൊക്കെ കാരണം ആ പുള്ളിക്കാരത്തി പറഞ്ഞു, എടാ ഞാൻ സിറിഞ്ച് എങ്ങനെയും കയറ്റി തരാം, നീ ഒന്ന് മരുന്ന് അടിക്കോടാന്ന് ചോദിച്ചു. ആ ശരി. അത്യാവശ്യം നല്ല ഡേഞ്ചറാണ്. ഇവിടത്തെ ഈ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാതിനാ ഇത്. ഇപ്പൊ നമ്മളോട് ഇവരെ കൊണ്ടുവരുമ്പോ പറയും, എടാ പശുവിന് മണി കെട്ടട്ടാ. അപ്പൊ എന്ത് അല്ല, പശു വരുമ്പോ കറിഞ്ഞിട്ട് ഗേറ്റിന്റെ അകത്തോടെ ഒരു ഗേറ്റ് അടക്കാനാണ്. അതുപോലെ പേടിയാണ്. ഇവിടെ അത്യാവശ്യം പേടിയാണ് എല്ലാവർക്കും. അപ്പൊ ഈ ജോലിക്ക് പോകുമ്പോ മുറുക്കി കെട്ടിയത് കയറുകള് ഡേഞ്ചർ ആയതുകൊണ്ട് നമുക്ക് കനത്തിലുള്ള കയറിട്ടേക്കാണ്. പിന്നെ നമ്മൾ ഇതേമാതിരി പറമ്പില്
ഒക്കെ കെട്ടണത്. അപ്പൊ ഏകദേശം ലോക്ക്ഡ് ആയിട്ടുള്ള പറമ്പിലൊക്കെ കെട്ടാറുള്ളൂ ഇവരാ. അപ്പൊ ആ ഒരു പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടന്നോളൂ. അങ്ങനെ കഴിഞ്ഞ് പോകില്ല. ഇപ്പൊ കയറ് നമ്മൾ എന്തായാലും ഇവക്കടെ കയറ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. പൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോളേജിൽ ക്ലാസ് എടുക്കണേ അതിന്റെ ഇടയ്ക്ക് വെച്ച് വരാൻ പറ്റില്ലല്ലോ, ബ്രേക്കിനല്ലേ വരാൻ പറ്റുള്ളൂ. അടുത്തായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വരാം, അവിടെ ചോദിച്ചിട്ട് വരാം. എന്നാലും ആ സമയത്ത് വല്ല പിള്ളേരെ എങ്ങനെയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ. അപ്പൊ ഇവിടെ ചെറുപ്പത്തിൽ വാങ്ങിച്ചതാണ്, കുഞ്ഞിലെ വാങ്ങിയാണ്. ഇപ്പൊ കുഞ്ഞിലെ വാങ്ങിയതാണെങ്കിലും എന്റെ ഉമ്മയൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പെണ്ണുങ്ങളെ കണ്ണിനേരെ കണ്ടു. സ്ത്രീ വിരോധിയാണ് പൊതുവെ. ഇപ്പൊ ആണുങ്ങളിൽ ഇപ്പൊ എന്റെ അടുത്ത് നല്ല പക്കയാണ്. ഇപ്പൊ ഞാനല്ലാണ്ട് ഒരാളെ കൊണ്ട് കറപ്പിക്കൂല, അഴിപ്പിക്കൂല, ഒന്നുമില്ല. പിന്നെ എന്റെ വാപ്പയൊക്കെ അഴിക്കും. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് വീട്ടിൽ ആളില്ലാണ്ടിരുന്നിട്ട് വാപ്പ അഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ വാപ്പ പറഞ്ഞേക്കാ വെള്ളം കൊടുക്കുമ്പോ ഇങ്ങനെ കണ്ണീന്ന് വെള്ളം ഒഴിപ്പിച്ച് നിൽക്കണതാണ്. അതുകൊണ്ട് പറയും, എടാ ചുമന്ന പശു മാത്രം ഭയങ്കര സങ്കടത്തിൽ കേടാ, നിന്നെ വെള്ളം കൊടുക്കും, ഇങ്ങനെ നോക്കും, ചുറ്റും നോക്കും, അങ്ങനെ പറയും. 2 ദിവസം കാണാനുണ്ടാക്കിയ മറ്റേ വിരുന്നിനൊക്കെ പോകല്ലോ വൈഫിന്റെ. എന്തായാലും നല്ല ലക്കാട്ടോ, നല്ലൊരു പശു, നല്ല സ്നേഹമുള്ള പശു. അതുകൊണ്ടാണ് അവളെ കൊടുക്കുക. ഇവരെല്ലാവരും നമ്മൾ അഴിച്ച് ഒരുമിച്ച് ഇപ്പൊ ഈ റോഡ് ക്രോസ് ചെയ്ത് തന്നാലും നമ്മളിപ്പോ 2 സെക്ഷൻ ആയിട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇവരാ അപ്പുറം വേറൊരു വലിയ പറമ്പുണ്ട്. അപ്പൊ അവിടെ കിട്ടുമ്പോൾ ഒരുമിച്ചാ കൊണ്ടുവന്നത്. അപ്പൊ ബാക്കി എല്ലാവരും ഓടിപ്പോയാലും ഇവിടെ ഞാൻ വരാൻ വേണ്ടി നോക്കി ഇങ്ങനെ തിരിഞ്ഞേക്കും. ഇവിടെ തൊഴുത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ? നമുക്ക് തൊഴുത്ത് എന്ന് പറഞ്ഞത് ചെറിയൊരു തൊഴുത്തുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ആ വൈറ്റ് പശു കുഞ്ഞും മാത്രമേ തൊഴുത്തിക്കുള്ളൂ. അത് പട്ടിയുടെ ശല്യം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ഒരു പശുവിനെയും ക്ടാവിനെയൊക്കെ കെട്ടാൽ, അല്ലെങ്കിൽ 2 പശുവിനെയും ക്ടാവിനെയൊക്കെ കെട്ടാൻ പറ്റുന്ന കുഞ്ഞു തൊഴുത്തുണ്ട്. ബാക്കി എല്ലാവരും പുറത്തൊരു വെറുതെ ഷീറ്റ് വലിച്ചാൽ ഭയങ്കര രാവും പകലും മഴ ഉണ്ടെങ്കിൽ കയറ്റി കെട്ടാൻ വേണ്ടി ഒരു ഷീറ്റ് വലിച്ചെട്ടി ആ സെറ്റപ്പിലാണ് ചെയ്യുന്നത്. നാടൻ പശു വളർത്തൽ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണ് ഇപ്പൊ മാനേജ് ചെയ്യുന്നതെന്ന് പറയാം? ചെലവ് കുറഞ്ഞിട്ട് ഏറ്റവും വലിയ എനിക്ക് രോഗങ്ങൾ കുറവാണ്. അതായത് മറ്റുള്ള പശുക്കളോട് എപ്പോഴും ദഹനക്കാം. അതിപ്പോ ചിലപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്നതിന്റെ ആയിരിക്കാം. നമ്മൾ പ്രോപ്പറായിട്ട് കഞ്ഞിയൊന്നും കൊടുക്കാറില്ല. എല്ലാവരും പറയും കഞ്ഞി കൊടുക്കണം എന്ന് പറയും. അപ്പൊ മൃഗാശുപത്രി ഡോക്ടറിനെ പറയും അയ വെട്ടുന്ന ജീവിക്ക് അന്നജത്തിന്റെ ആവശ്യമില്ല എന്നാണ് പറയാറ്. പിന്നെ നമ്മൾ എന്താണ് കുത്തിക്കാൻ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊടുക്കാനുള്ള വേസ്റ്റ് പിന്നെ ഒന്നല്ലല്ലോ ഇത്. അപ്പൊ നമ്മൾ ഇവർക്ക് കഞ്ഞോളം വീട്ടിലെ കഞ്ഞോളം കൊടുക്കും. അതിപ്പോ ഒരു 6 പേര് ഉണ്ട്, നമുക്ക് പോത്തുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടിയൊക്കെ ആകുമ്പോ ഈ പേരിനെ ഒരു ഉപ്പിട്ട് കഞ്ഞിയിൽ ഉപ്പിടണ മാതിരി ഒരു ഇച്ചിരി കോണ കയ്യിലേ കിട്ടുള്ളൂ കഞ്ഞോളം. അപ്പൊ അങ്ങനെ കൊടുക്കും. അതങ്ങനെ വീട്ടിലെ കഞ്ഞോളം വേസ്റ്റ് ആയി കളയണ്ടല്ലാന്ന് വെച്ച് ഇനി തെങ്ങിന്റെ ഇടയ്ക്കൊക്കെ വെച്ച് മണക്കണ്ടല്ലാന്ന് വിചാരിച്ച് ഇവർക്ക് കൊടുക്കുന്നു മാത്രം. അപ്പൊ നിങ്ങളുടെ പാലിന്റെ വിൽപ്പന എങ്ങനെയാ? നമുക്കിപ്പോൾ ആകെ നിലവിൽ കറവയുള്ളത് ഒരു പശു, ആ പശു മാത്രമേ ഉള്ളൂ. അതൊരു 2.5 ലിറ്റർ ഒക്കെയാണ് കിട്ടണത്. അപ്പോൾ ഒരു 2 ലിറ്റർ സെയിലിനുണ്ട്. 2.5 2.25 പോകും ഇടക്ക്. അപ്പോൾ 3.5 വരെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ചെനയും ഉണ്ടായിനി. പിന്നെ കുഞ്ഞ് 7 മാസം 8 മാസം തൊട്ടായിട്ടുണ്ട് ആ കുഞ്ഞിന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2.25 2 ആ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 2 ലിറ്റർ വെച്ച് സെയിലുണ്ട്. പിന്നെ അത് നമ്മൾ ലിറ്റർ വീടുകളിൽ കൊടുക്കുകയാണ്. അത് ലിറ്റർ 100 രൂപയാണ്. പല സ്ഥലത്ത് 140, 150, 200 കൊടുക്കുന്നത്. നമ്മൾ 100-നാണ് കൊടുക്കുന്നത്. അത് പണ്ട് തൊട്ട് വാങ്ങിയത്. ഇപ്പൊ നമ്മളൊരു കൊറോണ ടൈമിൽ മേടിച്ചാണ് ആ പശുവിന. അന്ന് തുടങ്ങിയാണ് നമ്മൾ പശു വളർത്തലിന്റെ ആരംഭം. ചെലവില്ല, രോഗമില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ രോഗമൊക്കെ വരാറുണ്ട്. കുറേയൊക്കെ ആൾക്കാർ വെറുതെ പറയാണ്. പക്ഷെ മറ്റു പശുക്കളിന് അത്രയും വരില്ല. കുളമ്പ് രോഗം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുളമ്പ് രോഗം വന്നായിരുന്നു, ചർമ്മമുഴ വന്നായിരുന്നു. പിന്നെ എനിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന കുഞ്ഞുങ്ങൾക്കാണ് വന്നത്. ഇപ്പൊ ആ ചുമന്ന പശുവിന് പശുക്കുട്ടി ഉണ്ടായിരുന്നു, അവർക്ക് വന്ന് മാറിക്കിട്ടി. പിന്നെ ഒരു വേറൊരു പശുവും കൂടെ ആവുണ്ടായിരുന്നു, അതിന്റെ കുഞ്ഞിനും വന്ന്. തള്ളമാർക്ക് ആർക്കും വന്നില്ല, കുഞ്ഞുങ്ങൾക്ക് വന്നായിരുന്നു. പിന്നെ ലംബി സ്കിൻ വരാറുണ്ട്. ഇപ്പൊ വൈറ്റ് പശുവിന് ലംബി സ്കിൻ വന്ന് മാറിയതാണ്. ആദ്യം കണ്ട പ്രസവിച്ച പശുവിന് വന്നാണ്. പാട് പോലും ഇല്ല, മരുന്ന് ഇരട്ടി അങ്ങോട്ട് പോകും. പിന്നെ അതിനെനിക്കൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ മരുന്ന് അധികം കൊടുത്തിട്ടില്ല എന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച പുളിയുറുമ്പ് അടിച്ചാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോഴാണ് പിന്നെ മാറണില്ല അങ്ങാട്. മഞ്ഞൾ തേച്ചു കൊടുത്തായിരുന്നു. അതിന് പിന്നെ മാറാണ് ലംബി സ്കിൻ. ഈ പ്രാവശ്യം മരുന്ന് കൊടുത്തില്ല എന്നുണ്ട്. അപ്പൊ ഈ പശു വളർത്തൽ തുടങ്ങി ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, നമുക്ക് അറിയാതെ നമുക്ക് ഇഷ്ടം കൊണ്ട് ഇഷ്ടം കൊണ്ട് അത് നല്ല എക്സ്പീരിയൻസ് ആണ്. കറക്കാനൊക്കെ നിൽക്കുമ്പോഴായിരുന്നു. ഇപ്പൊ ഉള്ളവർ ആരും അങ്ങനെ തട്ടണല്ല ഗീറിനെ നമുക്കറിയില്ല. കന്നി ഡെലിവറി ആദ്യത്തെ പ്രസവമുള്ള അവർ രണ്ടിനും, അവള് ഒരു പ്രസവം നമ്മുടെ നിന്നാണ്, അവളും 3 കഴിഞ്ഞാണ്. അവളും തട്ടൂല. വേറൊരു പശു അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. കാല് കെട്ടിയാൽ 3/4 ലിറ്റർ പാലും കിട്ടുള്ളൂ. കാല് കെട്ടിയില്ലെങ്കിൽ കാലത്തെ പാലിൽ കുളിച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ. എനിക്ക് ഒരു ഗീറും ഏകദേശം തട്ടുമെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ കണ്ടിട്ട്. അറിയില്ല. പിന്നെ നമ്മള് അതിനങ്ങനെ കാല് കിട്ടിയാൽ കറന്ന് ഒരു പ്രസവം കഴിഞ്ഞ് 2ാമത്തെ ചെനൈ കഴിഞ്ഞപ്പോ ഒരു കുട്ടിക്ക് വളത്തിന് വേണ്ടി പശുവിനാണെന്ന് പറഞ്ഞു. അവർക്ക് പാലല്ല കൺസിഡർ ചെയ്യണ വളമാണ്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക്, ആ വൈറ്റിന്റെ പോലെ തന്നെ സെയിം ബ്ലാക്ക് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പൊ അവർ ഈ ഭംഗിയൊക്കെ കണ്ടപ്പോ അവർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇച്ചിരി കാശിന് അത്യാവശ്യം ഉണ്ടായത് നമുക്ക് കൊടുത്തായിരുന്നു. അവർക്ക് ഭാഗ്യത്തിന് പെൺകുഞ്ഞ്, നമുക്കിവിടെ കാളക്കുഞ്ഞാണ് ആദ്യത്തെ പ്രസവത്തിലുണ്ടായത്. നമ്മൾ ചെനയായിട്ട് 5 മാസം ചെനയായിട്ടാണ് കൊടുത്തത്. അവർക്ക് ഭാഗ്യത്തിന് പെൺകുഞ്ഞായിട്ട് കിട്ടി. അവര് ഹാപ്പി. അവര് കറവക്കാരൻ കറക്കണ്ടെന്നാ പറഞ്ഞത് അന്ന്. കറവക്കാരെ കറക്കുമ്പോൾ ടെക്നിക്കൊക്കെ അറിയാലോ. നമ്മൾ ഈ അറിയാൻ പാടാത്തിരുന്ന് കറക്കുമ്പോ പണി അടിയൊക്കെ കിട്ടുകൊടുക്ക്.
ഇവർക്കുള്ള കുഴപ്പമില്ല, ഇനി അടി കിട്ടാൻ കിടക്കണേ ഉള്ളൂ നമുക്ക്. എന്തായാലും ഇക്ക പറയുന്ന അനുസരിച്ച് കോളേജ് പ്രൊഫസറായിട്ട് എന്തിനാണ് ഈ ഒരു പശു വളർത്തലേക്ക് തിരിഞ്ഞെന്ന് തോന്നൂലേ? അത് വേറെ ഒന്നുമില്ല, ഞാൻ ഫസ്റ്റ് പറയാം, എനിക്ക് പാലിന്റെ അലർജി ഉണ്ടായിരുന്നു. അതായത് മറ്റേ പാല് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തുമ്മലും ലാസ്റ്റ് ചുമയായിട്ടൊക്കെ വരുമായിരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ എനിക്ക് പാല് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടി മേടിച്ചാണ് ഒരു പശുക്കിടാവിന് മേടിച്ചപ്പോൾ. നമ്മൾ അല്ലാത്ത പാല് മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അലർജി കൂടി മരുന്ന് കഴിച്ചിട്ട് കുറയും. പക്ഷേ അപ്പോൾ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞ് പാല് കഴിക്കലൊന്ന് കുറച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ കുറയുമായിരുന്നു. പക്ഷെ പാല് ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ചായ പോലെ തന്നെ പാൽ ചായ നമുക്ക് ആവശ്യമാണ്. പാൽ ചായ, ബൂസ്റ്റ്, അങ്ങനെ എന്തായാലും ചിലവാകും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ നാടൻ പശുവിനെ അതേ പിന്നെ നമുക്ക് കുറവായി. ഇപ്പം നമ്മൾ ഒരു 3 വർഷത്തേക്ക് കൂടുതലായിട്ട് കൊടുക്കുന്ന ടീമുണ്ട്. അപ്പോൾ അവരും പറയണ്ട അവർക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, തുമ്മൽ ഭയങ്കരമായിരുന്നു പറഞ്ഞു. വേറെ ഒന്നും അവരും മരുന്ന് കഴിച്ചപ്പോൾ ഞാനും അലർജിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം മഴക്കാലം പോയി കഴിഞ്ഞാൽ രാവിലെ തുമ്മലായിരിക്കും, മഞ്ഞുകാലം പോയി കഴിഞ്ഞാലും രാവിലെ തുമ്മലോട്, മഴക്കാലം പോയി കഴിഞ്ഞാൽ വെയിലാവണം. അതായത് ഏത് സമയത്തും ഒരു 12 മണി 11 മണി വരെ ജോലിക്ക് പോകുമ്പോൾ അവിടെ ചോക്കൊക്കെ ബോർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഒന്നിക്കൊന്നാണ് തുമ്മലും പ്രശ്നമൊക്കെ ആയിരുന്നു, മരുന്നില്ലാണ്ട് പറ്റൂലായിരുന്നു. ഇത് അത് പറഞ്ഞാൽ ഈ പശുവിന്റെ പാല് മരുന്നാണെന്നൊന്നും പറയുന്നില്ല കേട്ടാ. ഇവർക്കിടെ ഒരു പ്രതിരോധ ശക്തി അവർക്കിടെ പാലിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ടാ. അപ്പൊ ഈ കാണുന്നതാണ് തീറ്റ, ഇതിപ്പോ ധാന്യപ്പൊടിയല്ലേ? ധാന്യപ്പൊടിയാണ് എന്തോ. ഇത് നമ്മള് വലിയ പശുക്കൾക്കെല്ലാം ഈ ഒരു പാത്രത്തിൽ 2 പാത്രം ധാന്യപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ്. ആ ചെറിയ കുഞ്ഞിന് മാത്രം ഒരു പാത്രം. ഗോതമ്പോട് എന്തോരം കൊടുക്കുമ്പോ ഈ ഒരു പാത്രത്തില് 2 പാത്രം. വലിയ 2 പാത്രം, ചെറുതുങ്ങൾക്ക് ഒരു പാത്രം. ഇക്കയ്ക്ക് നാടൻ പശു വളർത്തോടൊപ്പം തന്നെ നാടൻ കോഴികളെ വളർത്തുന്നുണ്ട്. നാടൻ കോഴികളല്ലേ? ഇതിപ്പോ എന്താ പറയാ, അടയിരുത്തിയാണ് അതെങ്ങനെ ചെയ്യുന്നത്? നാടനാണെന്നുള്ള തെളിവാണ് ഇവിടെ കാണുന്നത്, പൊരുന്നി കിടക്കുന്നത്. ഇതെല്ലാം പൊരുന്നി കിടക്കുന്ന പുള്ളിക്കോഴി, കാപ്പിരി, ഓൾഡ് ലൈനേജ്, അങ്ങനെ എല്ലാ വെറൈറ്റി കോഴികളുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു വെറൈറ്റി ഫാൻസി കോഴിയുണ്ട്, മോട്ടുകൾ ജാപ്പനീസ് വേണമെന്ന് പറഞ്ഞാൽ ഒരു ബ്രീഡ് ഫാൻസി കോഴിയുണ്ട്. ഇതെല്ലാം താഴെ കാണുന്നൊക്കെ നാടൻ കോഴികളാണ്. നമുക്കിവിടെ എല്ലാ ആഴ്ചയിലും തനി നാടൻ കോഴി കുഞ്ഞുങ്ങളുടെ ഡേ ഓൾഡ് കുഞ്ഞിനെ എല്ലാ ഞായറാഴ്ചയും സെയിലുണ്ട്. പെർ പീസ് 45 രൂപ. കോഴികൾ 10-30 ഉണ്ടാവും, വലിയ അഡൽട്ട് 30 ഉണ്ടാവും. ഇത് ഒരാഴ്ച പ്രായമായ കോഴികളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. 2 ആഴ്ചയിലെ സെയിലായിരുന്നു കഴിഞ്ഞ ദിവസം. ഇത് 3 ആഴ്ച പ്രായമായത്, അടിയിൽ 2 മാസം പ്രായമായി. അപ്പൊ കോഴിക്കുഞ്ഞിനെ ആവശ്യമാണ് ഇക്കാനെ കോണ്ടാക്ട് ചെയ്താൽ മതിയല്ലേ? അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സഫീറക്കയുടെ നാടൻ പശു വളർത്തലും കോഴി വളർത്തലുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ നിങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.